എക്സ്ക്യൂസ് മീ. അലീനയോ? വാ. എന്താ ഇവിടെ? ഇരിക്ക. ചുമ്മാ ഈ വഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോ വക്കീലിനെ കൂടെ കയറി ഇങ്ങ് കണ്ടേക്കാന്ന് വെച്ചു. അതെല്ലാവരും പറയുന്ന ഒരു പതിവ് പല്ലവിയല്ലേ ഡോക്ടർ? ഡോക്ടർക്ക് ഈ വഴി പോകേണ്ട ഒരു ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇനി അഥവാ ആവശ്യമുണ്ടെങ്കിൽ തന്നെ എന്നെ ഇവിടെ കയറി കാണേണ്ട കാര്യവുമില്ല. കാരണം വൈകിട്ട് ഞാൻ ആ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്. അപ്പൊ ഡോക്ടർ ഇപ്പൊ വന്നത് എന്നെ കാണാൻ വേണ്ടി തന്നെയാ. എക്സാക്ട്ലി. വക്കീലിന് അതെങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാനും മാത്രം ബുദ്ധിയൊക്കെ എനിക്കും ഉണ്ട്. ശരി, തർക്കം വേണ്ട. അല്ലെങ്കിലും ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ ഒരു മത്സരം? ഞാൻ വക്കീലിനോട് സത്യം പറയുന്നു, വക്കീൽ എന്നോട് സത്യം പറയുന്നു, അങ്ങനെയല്ലേ? ശരി, കാര്യത്തിലേക്ക് വാ. ഡോക്ടർക്ക് എന്താ അറിയേണ്ടത്? അല്ല, നമ്മുടെ ആ പെറ്റീഷന്റെ കാര്യം എന്തായി? രണ്ടുപേര് സൈൻ ചെയ്ത സ്ഥിതിക്ക് അത് കോർട്ടിൽ പ്രസന്റ് ചെയ്തോ? ഓ, ആ കാര്യം അറിയാനാണോ അലീന ഇവിടം വരെ വന്നത്? അത് ഞാൻ വൈകിട്ട് വരുമ്പോ പറയാറുന്നല്ലോ. പക്ഷേ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇടിച്ചു കയറി വക്കീലിന്റെ ഓഫീസിലേക്ക് തന്നെ വന്നത്. പറ, എന്തായി അതിന്റെ അവസ്ഥ? അലീന, ഈ കാര്യത്തിൽ താൻ എന്തിനാ ഈ ധൃതി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേരും ഒപ്പിട്ടെന്ന് കരുതി കോടതിയിലെത്തുമ്പോ അവരവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കണമെന്നൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ വിസമ്മതം പറഞ്ഞാലും കേസ് അതിന്റെ വഴിക്ക് പോവും. ഓഹോ, അപ്പൊ ഞാൻ ഊഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങള്. അന്ന് അപ്പോ അവളുടെ വക്കീലും ചേർന്ന് എന്നെ ഒന്ന് വരട്ടിയപ്പോ ഞാനങ്ങ് വരണ്ടു പോയി എന്നാണ് എല്ലാരും വിചാരിച്ചിരിക്കുന്നെങ്കിൽ ഐ എം സോറി. എന്റെ അടുക്കൽ ഇനിയും പല ഡ്രം കാർഡുകളുണ്ട്. അത് സൗകര്യം പോലെ വക്കീൽ മാളുവിനെയും അവളുടെ ബോയ് ഫ്രണ്ടിനെയും ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം. അലീന, ഞാനൊരു കാര്യം സിൻസിയറായിട്ട് ചോദിക്കട്ടെ? തനിക്ക് ജോബിനോടുള്ള കൃഷി എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിനുവേണ്ടി കുറെ മനുഷ്യരുടെ ജീവിതങ്ങൾ ഇങ്ങനെ സ്പോയില് ചെയ്യണോന്ന് താൻ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. പഴയ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടത്തിന്റെ കഥ റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ സോറി, അതെനിക്ക് കേൾക്കണമെന്നില്ല. എനിക്ക് അന്നും ഒന്നും പറയാനുള്ളത് ആ കഥയെ ഉള്ളു വക്കീലെ. എനിക്കിഷ്ടമുള്ള ഒന്ന് മറ്റുള്ളവർ സ്വന്തമാക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ പറയാ, വേണമെങ്കിൽ അസൂയയുടെ ഒരു ആൾരൂപമെന്ന് നിങ്ങൾ എന്നെ വിളിച്ചോ. ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്ക് തന്നോട് പുച്ഛമാ തോന്നുന്നത്. ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ പവിത്രത എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഐ എം വെരി സോറി ടു സേ. അലീനയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇല്ലാതെ പോയതിന്റെ കുഴപ്പങ്ങളാ ഇതൊക്കെ. വക്കീല് നൈസായിട്ട് എന്റെ അപ്പനും അമ്മച്ചി കിട്ടുന്ന താങ്ങിയതല്ലേ? കൊള്ളാം, അത് എനിക്കിഷ്ടായി. പിന്നെ എന്റെ ഡാഡിയുടെ മമ്മിയുടെ കാര്യം വിട്ടേക്ക്. ഈ പറയുന്ന മാളൂനും നല്ലൊരു അപ്പനും അമ്മയും ഉണ്ടായിട്ടാണല്ലോ സ്വന്തം ഭർത്താവിനെതിരെ അവള് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തത്. ഇനി എന്റെ ചെറുക്കന്റെ കാര്യത്തിലേക്ക് വന്നാ അവനും ഒരു നല്ല അമ്മച്ചി ഉണ്ടായിട്ടാണല്ലോ ഭാര്യ കൂടെ ഉള്ളപ്പോ തന്നെ പഴയ കാമുകിയെ തേടി വന്നത്. അങ്ങനെ അങ്ങോട്ട് ഓരോരുത്തരുടെ ഹിസ്റ്ററി എടുത്താ ഈ പറഞ്ഞ മാതാപിതാക്കൾ തമ്മിലുള്ള ആത്മബന്ധം ഒരുപക്ഷെ വക്കീലിനും മിസ്സായിട്ടുണ്ട്. എന്നെ കൊണ്ട് അങ്ങനൊരു ഹിസ്റ്ററി എടുപ്പിക്കണോ? അലീന പ്ലീസ്, ഞാൻ അല്പം തിരക്കില്ല. തന്നോട് തർക്കിക്കാൻ ഇപ്പൊ നേരമില്ല. ചുരുക്കി പറഞ്ഞ തോൽവി സമ്മതിച്ചെന്ന്. വക്കീലിനെ ഇങ്ങനെ ഡിഫൻസിൽ നിർത്തണമെന്ന് എനിക്കും താല്പര്യമില്ല. വന്ന കാര്യം ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞേക്കാം. രണ്ടുപേരും ഒപ്പിട്ട് തന്ന കടലാസ് വക്കീൽ ഇങ്ങനെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങ് കോടതിയിൽ ഹാജരാക്ക്. എന്നിട്ട് പിള്ളേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് എന്റെ ചെറുക്കൻ ഇങ്ങ് വിട്ടുതരാമോ? ഞാൻ പിന്നെ വക്കീലിനെ ഒരു കാലത്ത് ശല്യം ചെയ്യില്ല. വക്കീൽ എന്തായാലും എന്റെ കൂടെയുള്ള പൊറുതി അവസാനിപ്പിച്ച് പോവാൻ പോവല്ലേ. അപ്പൊ എനിക്കിതൊരു ഗിഫ്റ്റായിട്ട് അങ്ങ് സാധിച്ചു തന്നേക്ക്. ഓക്കെ? ദേ ജോക്കുട്ട, നീ ഇങ്ങനെ ഒന്നും തിന്നാതെയും കുടിക്കാതെയും കിടന്ന് എങ്ങനാ? ഇതങ്ങ് കുടിച്ചേ. എനിക്ക് വേണ്ട മെസ്സി. അത് പറഞ്ഞാ എങ്ങനാ? അത്താഴത്തിന് വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ. ദേ വലിയ ഡോക്ടറൊക്കെ ആയിരിക്കും, എന്നാലും ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടോണം. ഇവിടെ ഇപ്പൊ ആരും അങ്ങനെ അരപ്പെട്ടിന് കിടക്കേണ്ട കാര്യമില്ല. ഇതങ്ങോട്ട് കുടിക്കാനാ പറഞ്ഞത്. ഡേയ്സമ്മ നിന്നോട് വല്ലതും മിണ്ടിയോടാ?
നേരത്തെ സംസാരിച്ചത് തന്നെ, പിന്നൊന്നും മിണ്ടിയിട്ടില്ല. ഹാ, അതൊന്നും നീ കാര്യമാക്കണ്ട. വാശിയുടെ കാര്യത്തില് നിന്റെ അമ്മച്ചി ഒട്ടും പിന്നിലല്ലല്ലോ. പയ്യെ പയ്യെ അവളുടെ മനസ്സിലെ ദേഷ്യവും പിണക്കും ഒക്കെ മാറുവടാ മോനെ. ഞാൻ ഇവിടേക്ക് വന്നത് മമ്മിക്ക് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. എന്നാര് പറഞ്ഞു? പുറമെ ഒന്നും കാണിച്ചില്ലെങ്കിലും ഉള്ളുകൊണ്ട് അവൾ സന്തോഷിക്കുക എനിക്കറിയാവടാ. എത്രയൊക്കെ വഴക്കിട്ടാലും ദേഷ്യപ്പെട്ടാലും അവനവന്റെ മക്കൾ അടുത്തുള്ളപ്പോ അമ്മമാർക്കൊരു ബലവാടാ. അല്ലടാ മോനെ, അമ്മച്ചി ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയുവോ? എന്താ അമ്മച്ചിക്ക് അറിയേണ്ടത്? ചോദിക്ക. ചോദിക്കുമ്പോ നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഇല്ല, അമ്മച്ചി ചോദിക്ക. ആ പെണ്ണ് പറയുന്നതിൽ വല്ല നേരവും നെറിവോ ഉണ്ടോടാ? എന്നതാ നീ ഒന്നും പറയാത്തെ? അമ്മച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലടാ മോനെ. ഈ കാര്യം പറഞ്ഞ് എനിക്ക് ലൈസം എടുക്ക 2 വർത്തമാനം പറയണം. അങ്ങനെ വർത്തമാനം പറയണമെങ്കിൽ എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് വേണ്ടേ? അതുകൊണ്ട് ചോദിച്ചതാ. അല്ലേലും അവള് പറഞ്ഞത് ഭൂലോക കള്ളത്തരമാണെന്ന് മൂളയുള്ള ആർക്കായാലും മനസ്സിലാവൂ. നീ അങ്ങനെയുള്ള നെറിയോടൊന്നും കാണിക്കാരെന്ന് ഡെയ്സമ്മയ്ക്ക് അറിയാം. എന്നാലും അവള് വലിയ മാനാഭിമാനമുള്ള കൂട്ടത്തിലാ. നിന്റെ അപ്പൻ അലക്സൂട്ടി അങ്ങനെ ആയിരുന്നേ. നിന്നെ കുറിച്ച് ഇങ്ങനൊരു പേരുദോഷം ഉണ്ടായത് ഡെയ്സമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അവളുടെ കാര്യം പോട്ടെ, അലക്സൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയേനെ. എല്ലാം എന്റെ തെറ്റാ അമ്മച്ചി. ഞാൻ എന്റെ പപ്പയും മമ്മിയും മറന്ന് പ്രവർത്തിച്ച എന്റെ തെറ്റ്. ഇപ്പൊ ആർക്കും എന്നെ വിശ്വാസമില്ലാതായിരിക്കുന്നു. നിന്നെ എനിക്ക് വിശ്വാസമാടാ, അതുപോലെ തന്നെ ഡെയ്സമ്മയ്ക്കും. പിന്നെ അവൾ നിന്നോടൊന്നും മിണ്ടാൻ കൂട്ടാക്കിയില്ലേലും അതിന്റെ പേരിൽ നീ ഇങ്ങനെ പാത്തും പതുങ്ങി നടക്കുകയല്ല വേണ്ടത്. നീ അങ്ങോട്ട് ഇടിച്ചു കയറി അങ്ങ് സംസാരിക്കണം. നീ അങ്ങോട്ട് ചെന്ന് മിണ്ടിയാ തീരാവുന്നതേ ഉള്ളൂ ഡെയ്സമ്മയുടെ പിണക്കം. ഉള്ളുകൊണ്ട് അവൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവും ജോക്കുട്ട. മമ്മിയും ഞാനുമായിട്ട് ഇതിനു മുമ്പും പിണങ്ങിയിട്ടുണ്ട്. പക്ഷെ ഏറിയാൽ 1 മണിക്കൂർ, അതിനപ്പുറം സംസാരിക്കാതിരുന്നിട്ടില്ല. അമ്മച്ചിക്കറിയോ, കഴിഞ്ഞ 1.5 മാസമായിട്ട് ജീവിക്കുകയാണെന്നൊരു തോന്നല് പോലും എനിക്കില്ലാതായി തുടങ്ങി. അത് പിന്നെ എനിക്കറിയല്ലേ ഡാ മോനെ. അതുപോലെ ഡെയ്സമ്മയുടെ കാര്യവും വലിയ തൻ്റെ ഇടവും മനക്കരുത്തും ഒക്കെ അവള് പുറമേ കാണിക്കുന്നതേ ഉള്ളൂ. ഉള്ളുകൊണ്ട് അവള് വല്ലാതെ മരവിച്ചിരിക്കുക. മനപ്രയാസം കൊണ്ടാ അവക്ക് ഈ ദീനവും വയ്യാകെയും എല്ലാം വന്നത്. എന്റെ ജീവിതത്തില് ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആ, അത് നേരാ നീ പറഞ്ഞത്. നിന്നെ അങ്ങനെയല്ല ആ പാവം വളർത്തിയത്. അന്ന് വീട്ടുകാരും ബന്ധുക്കളും പറയുന്ന കേൾക്കാതെ നിന്നെയും കൊക്കിലൊതുക്കി നാടായ നാടൊക്കെ ജോലിക്കെന്നും പറഞ്ഞു പോയപ്പോ ഞാൻ ഉൾപ്പെടെ അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവളായിരുന്നു ശരിയെന്ന് നിന്നെ വലിയൊരു നിലയിൽ എത്തിച്ചപ്പോഴാ എല്ലാവർക്കും മനസ്സിലായത്. അതിപ്പോ ഇങ്ങനെയായി. എന്നതാണേലും പറ്റിപ്പോയതിനൊക്കെ കർത്താവിനോട് ക്ഷമ പറഞ്ഞ് നീ പള്ളി പോയി കുമ്പസരിക്ക്. എന്നിട്ട് നിന്റെ മമ്മി ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്ക. ഇതില് പറ്റിയ തെറ്റൊക്കെ നമുക്ക് അതിൽ തിരുത്തണം. നീ പേടിക്കണ്ടട ജോക്കൂട്ടാ, കർത്താവുണ്ട് നിന്റെ കൂടെ. നീ സമാധാനത്തോടെ കിടന്നുറങ്ങ. ശരി അമ്മച്ചി. ആ, അമ്മച്ചി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഡെയ്സമ്മ ഇങ്ങോട്ട് മിണ്ടാൻ വന്നില്ലേലും നീ അങ്ങോട്ട് എന്ന് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കണം. എന്നാലേ അവളുടെ പിണക്കം മാറും. ശരി. എന്നതാ ഡേസി, എന്നാ നീ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നേ? കിടക്കാറായില്ലേ നിനക്ക്? കിടക്കാം അമ്മച്ചി. അവൻ വല്ലതും കഴിച്ചോ? ഹാ, എനിക്കറിയത്തില്ല. നിനക്ക് വേണമെങ്കിൽ ചെന്ന് ചോദിക്ക്. അതെന്താ, അവൻ വേണ്ടാന്ന് പറഞ്ഞോ? ഹാ, ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നേ? ഇവിടുന്ന് വണ്ടിയും വെള്ളവും ഒന്നും പിടിച്ച് പോകണ്ടല്ലോ. അവൻ്റെ മുറിയിലുണ്ട്. നിനക്ക് അങ്ങോട്ട് പോയി ചോദിച്ചാലെന്നാ? അമ്മച്ചിയല്ലേ അവനെ ആഹാരം കഴിക്കാൻ വിളിച്ചത്.
അതുകൊണ്ട് ചോദിച്ചതാ. ഓ, ഞാൻ വിളിച്ചപ്പോ നീ വിളിക്കുന്നതിന്റെ അത്ര സുഖം അവന് തോന്നിക്കാണുകയല്ല. അതുകൊണ്ടായിരിക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞത്. അപ്പൊ അവനൊന്നും കഴിച്ചില്ലേ? എന്നെ കൊണ്ടാവും പോലൊക്കെ ഞാൻ വിളിച്ചു. വേണ്ടാന്ന് നിർബന്ധം പിടിച്ചാ പിന്നെ ഞാൻ എന്നാ എടുക്കാനാ? ഒടുക്കം 1 ഗ്ലാസ് പാല് തല്ലി പിടിപ്പിച്ച് കുടിപ്പിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് അത്രയ്ക്കൊക്കെ പറ്റൂ. ഇനി അതിൽ കൂടുതൽ വേണമെന്നുള്ളവർ നേരിട്ട് പോയി ക്ഷണിക്ക്. ചിലപ്പോൾ മമ്മിയൊന്ന് വിളിച്ചാൽ ചെറുക്കൻ ഓടി വരുമായിരിക്കും. എന്തിനാ ഡേയ്സമ്മ നീ അവനോട് ഇനി ഈ പിണക്കവും വാശിയും വെച്ചോണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അവൻ ആകെ വിഷമിച്ചിരിക്കുക. ഇത്രയും നാളും നീ അവനോട് പിണങ്ങിയും പരിഭവിച്ചൊക്കെ നടന്നില്ലേ? ഇനി അത് വേണ്ട. ചെന്നവനോട് 2 വാക്ക് സ്നേഹത്തോടെ പറയേ. അവനത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു വഴി പറയാം. ഈ നാട്ടിൽ നിൽക്കുമ്പോഴല്ലേ ഉണ്ടായതിനെ കുറിച്ച് ഓർത്തും പറഞ്ഞും 2 പേർക്ക് മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കാൻ പറ്റൂ. അത് വേണ്ട. അവൻ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും ഒരിടത്തേക്ക് നീ അവനെയും കൊണ്ട് പോ. അവന്റെ നിലയും വിലയും വെച്ച് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ അവനൊരു ജോലി കിട്ടാതിരിക്കത്തില്ല. എവിടെയെങ്കിലും ചെന്ന് ചെറുക്കനൊരു പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ഇനിയെങ്കിലും നമ്മുടെ നിലയ്ക്കും വിലയ്ക്കുമുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിക്കേ. അങ്ങനെ കഴിഞ്ഞതെല്ലാം മറന്ന് നീയും അവനും നല്ല സുഖമായിട്ട് ജീവിക്കേ. ഞാൻ വേണമെങ്കിൽ മോളിക്കുട്ടിയെ വിളിച്ച് എന്റെ കാര്യത്തിനൊരു തീരുമാനം എടുക്കാൻ പറയാം. അമ്മച്ചി ധൃതി വെച്ച് ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും അലീനയുടെ കാര്യം അറിഞ്ഞിട്ടേ ഇനി ഈ നാട്ടിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അതിനെന്നാ ഉണ്ടടി അറിയാൻ? അവൾ പെരും കള്ളിയാണെന്ന് ഇനി നിനക്ക് മനസ്സിലായില്ലേ? അതോ ആ പേര് പറഞ്ഞ് നിനക്ക് നിന്റെ ചെറുക്കൻ്റെ അടുത്ത് മിണ്ടാതെ നടക്കാനാണോ? ഡേസമോ, ഞാൻ ഇപ്പോഴും അവനോട് ചോദിച്ചു വരുവാ, അതിൽ അവന് വല്ല മനസ്സറിവും ഉണ്ടോന്ന്. അന്നേരം എന്നതാ നിന്റെ മോൻ പറഞ്ഞെന്നറിയാവോ? ഒരിക്കലും അവൻ ആ നെറുകെട്ട പണി ചെയ്യില്ല അമ്മച്ചിന്നും പറഞ്ഞ് എന്റെ കുഞ്ഞ് എന്റെ കയ്യിൽ അടിച്ച് സത്യം ചെയ്തു. അതിൽ കൂടെ എന്നാ ഉറപ്പാടി നിനക്ക് വേണ്ടത്? സ്വന്തം മോനെയാണോ നിനക്ക് വിശ്വാസം, അതോ വല്ലയിടത്തും കിടക്കുന്ന മരം കയറി പെണ്ണിനെയാണോ? ഡേസമോ, നീ ആ കാര്യം മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടേക്ക്. ഒന്നിൽ സ്വന്തം മോനെ വിശ്വസിക്ക്, അല്ലെങ്കിൽ അവനെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോകാൻ അനുവദിക്ക്. അല്ലാതെ ഇങ്ങനെ കിടന്ന് രണ്ടും കേട്ട് ജീവിക്കുന്ന എന്നാത്തിനാ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ഒടുക്കം പൊന്തേ കണ്ടതും പോയി കൂടെ കിടന്നതും പോയി എന്നുള്ള അവസ്ഥ വരരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ ഇപ്പൊ എന്തു തോന്നുന്നു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല ഡോക്ടർ. എന്നാലും താൻ നേരത്തെക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയതായി തോന്നുന്നില്ലേ? യെസ്, ഇപ്പോ മസിൽസിനൊക്കെ കുറച്ചുകൂടി പവർ തോന്നുന്നുണ്ട്. അതെയോ? എന്നാൽ നമുക്കൊരു മത്സരം വെച്ചാലോ? മത്സരം? എന്താ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ പണിക്കർ, ഞാനും അപ്പുവുമായി ചെറിയൊരു പഞ്ചുപിടുത്തം. നിങ്ങളാണ് റഫറി. പിന്നെ അപ്പു സ്വന്തം കക്ഷിയായതുകൊണ്ട് പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാൻ പറ്റില്ല. ജഡ്ജ്മെന്റ് കൃത്യമായിരിക്കണം. എന്താ, റെഡിയാണോ അപ്പു? ഒരു മത്സരത്തിനൊന്നും ഞാനില്ല, എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. എന്നാൽ അങ്ങനെ വെറുതെ ട്രൈ ചെയ്താൽ പോരാ, ഇതൊരു മത്സരമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ് us start. Come on. കണ്ടില്ലേ പണിക്കർ, ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ അപ്പു ഒരു പുരുഷനല്ലെന്ന്? ഇൻ ഓൾ സെൻസ് ഹീസ് എ റിയൽ മാൻ, എ റിയൽ ഹീറോ. അപ്പോ ഐ ആം വെരി ഹാപ്പി. ഇതുവരെയുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ് എല്ലാം ഉദ്ദേശിച്ചാലും നല്ല റിസൾട്ടാണ് തരുന്നത്. ഇനിയൊരു 3 മാസം കൂടി നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞ് അപ്പുവിന് സർജറിക്ക് വിധേയമാകാം.
താങ്ക് യു ഡോക്ടർ. വെൽക്കം. ഡോക്ടർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ്, കമോൺ പറയൂ. എന്താ? അപ്പോൾ ചില കാര്യങ്ങളിൽ വല്ലാതെ അഗ്രസീവ് ആവുന്നുണ്ട്. അതുപോലെ മുൻപിൻ നോക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട്. യെസ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അത് നേരത്തെ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ. ഇൻ എ വേ അതൊരു നല്ല സൂചനയാണ്. ഒരാണിനെ പോലെ, അല്ലെങ്കിൽ മെയിൽ ഹോർമോൺ അപ്പുവിന്റെ ഇമോഷൻസിനെ ക്യാരി ഓവർ ചെയ്യുന്നു എന്നതിന്റെ തെളിവാണത്. പെട്ടെന്ന് അഗ്രസീവ് ആവുക, പെട്ടെന്ന് റിയാക്ട് ചെയ്യുക. ഇനി അപ്പു അതിനെയൊക്കെ കൺട്രോൾ ആക്കാൻ ശ്രമിക്കുക. ഐ മീൻ, ഒരു ആക്ഷന് മുമ്പ് അത് കറണ്ട് സിറ്റുവേഷന് ചേരുന്നതാണോ എന്ന് ഒരു നിമിഷം ആലോചിക്കുക. അതൊക്കെ ഇനി പതുക്കെ പതുക്കെ അപ്പു പ്രാക്ടീസ്ഡ് ആയിക്കോളും, അല്ലേ അപ്പു? യെസ് ഡോക്ടർ, ഞാനതിന് ശ്രമിക്കുന്നുണ്ട്. ഇനി അങ്ങനെയുള്ള തെറ്റുകളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ആ ഉറപ്പ് എനിക്കല്ല, അപ്പുവിന്റെ അച്ഛനും അമ്മയ്ക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോഴത്തെ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ അപ്പു, ഒരുപാട് ഇമോഷണൽ ആകുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. മൈൻഡിന് എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരമാവും. ഞാൻ ശ്രമിക്കാം ഡോക്ടർ. ഓക്കെ, അപ്പോൾ രണ്ടുപേരും സന്തോഷമായി പോയിട്ട് വരൂ. ഇനി മറ്റു വിശേഷങ്ങളൊന്നുമില്ലെങ്കിൽ 1 മന്ത് കഴിഞ്ഞ് വന്നാൽ മതിയാവും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ആ അപ്പോ മത്സരത്തിൽ ജയിച്ചതിന്റെ ട്രീറ്റ് വേണം കേട്ടോ. ഷുവർ ഡോക്ടർ. അടുത്ത വിസിറ്റിന് വരുമ്പോൾ എന്തായാലും ഞാൻ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്തിരിക്കും. ഓക്കെ ദെൻ, ഗോഡ് ബ്ലസ് യു. വാ പോ. അപ്പോ എന്താടെ കാര്യമായിട്ടൊരു ആലോചന? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. കമോൺ പറയപ്പോ, എന്താ നിന്റെ മനസ്സില്? ഒന്നുമില്ല ബേബി. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതിനെന്തിനാ എത്ര മൂഡ് ഔട്ട് ആയിരിക്കുന്നു? ഡോക്ടർ പറഞ്ഞത് നീ പെർഫെക്റ്റ്ലി ഓക്കെ ആയി വരുന്നുണ്ടെന്നല്ലേ? നോക്ക്, ട്രീറ്റ്മെന്റ് 100% സക്സസ് ആണെന്ന് പറഞ്ഞിട്ടും പിന്നെ താനെന്തിനാ എങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്? ഞാൻ ഗ്ലൂമിയൊന്നും അല്ല, ബേബിക്ക് വെറുതെ തോന്നുന്നതാ. അതെയോ? എന്നാ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. അതെ, ഡോക്ടറുമായി ഇന്ന് പഞ്ച പിടിച്ചപ്പോ ആക്ച്വലി നീ ഡോക്ടറെ തോൽപ്പിച്ചതാണോ അതോ ഡോക്ടർ തോറ്റു തന്നതാണോ? ആര് പറഞ്ഞു? ഡോക്ടർ എനിക്ക് വേണ്ടി തോറ്റു വന്നതൊന്നുമല്ല, ഞാൻ ശരിക്കും വിൻ ചെയ്ത്. ശരിക്കും? ഇപ്പൊ എനിക്ക് വിശ്വാസമായി. കാരണം ഒരു യഥാർത്ഥ വിന്നർക്ക് പെട്ടെന്ന് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നിന്റെ കോൺഫിഡൻസ് ലെവല് നല്ല ഹൈ ആയില്ലേ? ഒക്കെ ശരിയാ ബി പി പറയുന്ന പോലെ ഞാൻ ഓക്കെയാ. പക്ഷെ എന്തോ എവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്. അതാ എന്റെ പ്രശ്നം. അപ്പോ എനിക്ക് മനസ്സിലായിടത്തോളം പല കാര്യങ്ങളിൽ നിന്റെ ശ്രദ്ധ സ്കാറ്റേർഡായി കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് നിന്റെ ട്രീറ്റ്മെന്റിലും സ്റ്റഡീസിലുമാണ് വേണ്ടത്. ട്രീറ്റ്മെന്റിന്റെ ഓരോ ഘട്ടം കഴിയുന്തോറും സ്റ്റഡീസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആ സമയത്ത് മറ്റെല്ലാം നീ സൈഡിലേക്ക് മാറ്റിവെക്കണം. ഈവൻ മാളുവിന്റെ കാര്യമാണെങ്കിൽ പോലും.